നമ്മോടൊപ്പം സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹേശ്വർ വിനീത് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇപ്പോഴും ദേവദൂതൻ ആഘോഷിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അതിന്റെ മ്യൂസിക് എന്നുള്ളൊരു ഞാനവിടെ ലൊക്കേഷനിൽ എത്തുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. എന്റെ ക്യാരക്ടർ എന്താണെന്നോ അല്ലെങ്കിൽ സിനിമ എന്താണെന്നോ എനിക്കറിയില്ല. ആ ഒരു സീനൊക്കെ സ്ക്രീനിൽ കണ്ട സമയം ആ ഒരു ഫസ്റ്റ് മൊമെന്റ് ഓർക്കുന്നുണ്ടോ? അവിടെയും ചില ബുദ്ധിമുട്ടുകൾ, പട്ടി കടിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും അങ്ങനെയൊക്കെ ചിലത് ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനായിരിക്കും എന്റെ കൈവെട്ടിയത്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ നേരെ കണ്ട് നോക്കുമ്പോഴും അതേപോലെ തന്നെയുണ്ട്. ഇത് എങ്ങനെയാണ്? അത് പക്ഷേ അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. എല്ലാം പറയാൻ പറ്റില്ല. മിഴികൾ എന്തിനാണ് വേറെ മൃദുലമേ കരങ്ങളില്ലേ. 24 വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ റിലീസ് ചെയ്യുമ്പോൾ ആ സിനിമയിലെ തന്നെ മൊത്തം ആ ഒരു സ്ക്രിപ്റ്റിന് മൊത്തം ജീവൻ നൽകിയ പാട്ടിന്റെ വരികളിൽ ഒന്നാണിത്. സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മോടൊപ്പം സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹേശ്വർ വിനീത് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. 24 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചിരിക്കുമ്പോ എന്താണ് ഇപ്പൊ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം നമ്മൾ അറിയില്ലല്ലോ, അന്നും അറിയില്ല, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു റിലീസ്. വീണ്ടും ദേവദൂതൻ ഒരു ബിഗ് സ്ക്രീനിൽ 4K നമുക്ക് കാണാൻ പറ്റും. അതും അതിൻ്റെ എപ്പോഴും ദേവദൂതൻ ആഘോഷിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അതിൻ്റെ മ്യൂസിക് എന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ അന്ന് അത് കൃത്യമായിട്ട് ഡീറ്റെയിൽസിലായിരുന്നു അന്ന് മിക്സ് ചെയ്തത്. അപ്പോൾ അത്രയും ട്രാക്കുകൾ അത് നമുക്ക് ഈ സമയത്ത് അവൈലബിൾ ആയി. അത് പ്രോപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആ സിനിമ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കാണാൻ ഞാൻ ഭയങ്കര കാത്തിരിക്കുന്ന ഒരു സിനിമ. നമ്മളിത് എടുത്തു വെച്ച ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ചെറുപ്പ കാലഘട്ടത്തിലായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ബ്ലൈൻഡ് ആയിട്ട് ഒന്ന് ആക്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അതെങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്കത് അങ്ങനെ വലിയ ചാലഞ്ചായിട്ട് തോന്നാതിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സിബിസാറാണ്. കാരണം സിബിസാർ എനിക്ക് വളരെ വ്യക്തമായിട്ട് ആ ക്യാരക്ടറിനെ എനിക്ക് നെറേറ്റ് ചെയ്ത് തന്നിരുന്നു. അതെങ്ങനെയാണ് വേണ്ടതെന്ന്. സിബിസാറിൻ്റെ ഒരു ക്യാരക്ടറിൽ വളരെ കുറച്ചേ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കാറുള്ളൂ, പറയും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ടം മുകളിലേക്കായിരിക്കണം, തല ഉയർത്തിയിട്ടായിരിക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് അദ്ദേഹം പറഞ്ഞു. അത് ഒഴിച്ചു നിർത്തിയാൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പരിധിവരെ എനിക്ക് നമ്മുടെ ഐ കോണ്ടാക്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട്, ഇപ്പോൾ പട്ടികൾ ഓടിക്കുന്ന സീനായാലും അല്ലെങ്കിൽ പാട്ടിലായാലും കുതിരയെ പിടിച്ച് നടക്കുമ്പോഴായാലും എനിക്ക് താഴെ ലിറ്ററലി എനിക്ക് കാണൂലായിരുന്നു. കാരണം നമുക്ക് ഒരു അപ്പ് ലെവലിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയാണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ അന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്പം എൻ്റെ ഓർമ്മയിൽ അന്നത്തെ. കാരണം ആ സിനിമ എനിക്ക് എല്ലാം കൊണ്ടും സ്പെഷ്യലായിരുന്നു. ഒരു ഇൻ്റർവൽ, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചൈൽഡ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. അത് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് അതിനുശേഷം ടീനേജിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്ത സിനിമ. നമ്മൾ മലയാള സിനിമകളിൽ ഒരുപാട് പ്രണയം, ആ ഒരു റൊമാൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമയിലാണ് അതിന്റെ ആ ഒരു ഡെപ്തിലേക്ക്, ആ ഒരു തീവ്രത അത്രത്തോളം നിലനിൽക്കുന്നത്. ഈ ഒരു സിനിമയിലെ നിഖിൽ മഹേശ്വരും അലീനയും തമ്മിലുള്ള ആ ഒരു പ്രണയത്തെ എങ്ങനെയായിരിക്കും വർണ്ണിക്കുക? പ്രണയം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ബേസിക്കലി പ്രണയത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചു തരുന്നത് ഒന്നുകിൽ സിനിമ അല്ലെങ്കിൽ സാഹിത്യം, കവിതകൾ, കവിതകളും കഥകളിലൂടെയും ഒക്കെയാണ് പ്രണയം എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരു പ്രണയത്തിന് വേണ്ടി നമ്മളൊരു ജീവിതം മൊത്തം അതിനുവേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്. അതെല്ലാവരുടെയും ആഗ്രഹമാണ്. അത് പക്ഷേ സാധിക്കുന്നത് വളരെ അപൂർവമാണ്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് വളരെ അപൂർവമാണ് സംഭവിക്കുന്നത്. അത് തെറ്റാണെന്നോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രണയത്തെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ലിറ്ററേച്ചർ ആസ്പെക്ട് എടുത്ത് നോക്കിയാലും, എഴുത്ത് എന്നുള്ള രീതിയിൽ അതുപോലെ സാർ ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെയും അവരുടെ പ്രണയത്തെയും, അലീന എന്ന് പറയുന്ന ക്യാരക്ടറിനെയും അലീനയുടെ പ്രണയത്തെയും പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക്, അങ്ങനെ എല്ലാം ആ സിനിമയിലെ പ്രണയത്തെ എലിവേറ്റ് ചെയ്യുന്നൊരു ഇതാണ്. അത്തരം ഒരു പ്രണയത്തിൻ്റെ ഏറ്റവും ഭയങ്കര രസമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു കഥ പറയുകയും ആ സിനിമയിൽ എവിടെയൊക്കെയോ ഹൊററിൻ്റെ ഒരു എലമെന്റ് കടന്നു വരികയും എന്നാൽ അത് ഒരിക്കലും അതിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോവാതെ അതൊരു ബ്രില്യൻ സ്ക്രീൻ പ്ലേ സ്ട്രക്ചറാണ് ആ രീതിയിൽ നോക്കുമ്പോൾ. കാരണം അതിനകത്തൊരു ജോണർ എക്സ്പെരിമെന്റ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അപ്പൊ എന്നിരുന്നിട്ടും അതിനകത്തുള്ള പ്രണയത്തെ ആളുകൾ
കണ്ടെത്തുകയും അത് വീണ്ടും ആഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ സിനിമ വീണ്ടും വരുന്നത്. പ്രത്യേകിച്ച് ഇതിലെ പാട്ടുകള് ഇപ്പോ ഹൊററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു റൊമാൻസും ഹൊററും ഒരു ആ ഒരു മിക്സറിൽ ഇരിക്കുന്ന സമയത്ത് കോമ്പിനേഷൻ ആണ്. അതെ, റയർ കോമ്പിനേഷൻ ആണ്. ഇത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അറിയായിരുന്നു എന്തായാലും റൊമാൻസ് ചെയ്യുന്ന സമയത്ത് പാട്ടിലൂടെ ആയാലും അറിയാം ഇങ്ങനെയാണെന്ന്. ഇല്ല, എനിക്ക് സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ലൊക്കേഷനിൽ എത്തുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ക്യാരക്ടർ എന്താണെന്നോ അല്ലെങ്കിൽ സിനിമ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ ലുക്കിലുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ആദ്യത്തെ ഒരു ഓഡീഷൻ ടൈമിൽ എടുത്തതല്ലാതെ ഒരു ഐഡിയ ഇല്ലായിരുന്നു അവിടെ. അതിനുശേഷം പിന്നീട് അഭിനയിക്കുന്ന സമയത്തായാലും അതിലുള്ള സമയത്തായാലും അറിയായിരുന്നു ഇതിലൊരു ഹൊറർ ടച്ച് എവിടെയെങ്കിലും ഉണ്ടാകുമായിരിക്കും എന്ന്. അല്ല, ഹൊറർ ടച്ച് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഫീൽ അല്ലാതെ ബാക്കിയൊക്കെ ഞാൻ ഇല്ലാത്ത സീൻസിലാണ് അതിന്റെ ഇമ്പാക്റ്റ് മുഴുവൻ ആ സിനിമയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ഫ്ലേവർ ആണ് അതിന്. ശരിക്കും ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. ഹൊറർ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഹൊററിന്റെ ഒരു മൂഡ്, അത് നമ്മൾ സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന രീതിയിൽ, ആത്മാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമകളിലേക്ക് വരുമ്പോൾ നാച്ചുറലി നമുക്ക് ഉണ്ടാകുന്ന ഒരു സൂപ്പർ നാച്ചുറൽ എനർജി ആണല്ലോ. അതിനെ എപ്പോഴും ഡിപ്പിക്റ്റ് ചെയ്യുന്ന സമയത്ത് സിനിമകളിൽ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഹൊറർ, നമുക്കൊരു പേടി, നമുക്ക് അറിയാത്തൊരു ശക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടി വരും. അപ്പോൾ ആ പേടി ചെറുതായിട്ട് നമ്മൾ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ സീനിനെ രസകരമായിട്ട് സിബിസാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ അത് സിനിമ തീരുന്നത് ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു മൊമെന്റിലാണ്. ആ സിനിമ ഓർക്കുന്നവർക്ക് അത് മനസ്സിലാവും. ആ പ്രണയത്തിൽ തന്നെയാണ് അത് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നിർത്തുന്നത്. അപ്പോൾ ആ ഹൊറർ ഫീല്, അതിന്റെ മ്യൂസിക്, അതിന്റെ ഒരു പേസിങ് എല്ലാം കൊണ്ടുമാണ്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇല്ലാതെ എൻ്റെ ആ ക്യാരക്ടറിന്റെ ഫീല് കൊണ്ടുവന്നിടത്താണ് ഈ ഹൊറർ ഉണ്ടായിരിക്കുന്നത്. സെവൻ ബെൽസ് ഒക്കെ മൂവ് ചെയ്യുന്നു, അങ്ങനെ അവിടെ ഒരു ബ്രീത്ത് സെവൻ ബെൽസിന് കൊടുക്കുന്നു. അതിന്റെ സൗണ്ട് ഡിസൈനിലാണ് അത് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ളത്. പിന്നെ അതിന്റെ ക്യാമറ ഷോർട്ട് വൈസ് അങ്ങനെയൊക്കെ. സിനിമയില് പ്രതീക്ഷിക്കാതെ ഇഷ്ടപ്പെട്ട ഒരു രംഗം ഏതെങ്കിലും ഉണ്ടായിരുന്നോ? അതായത് അഭിനയിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ട് ചെയ്തു, പക്ഷെ അത് സ്ക്രീനിൽ കണ്ട സമയത്ത് വാവ്, ഇത് ഇത്ര മനോഹരമായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ? ആ സിനിമ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര മനോഹരമായിരുന്നു. കാരണം നമ്മള് ഇത്ര രസകരമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമ, അതിന്റെ കോസ്റ്റ്യൂംസ് ആയാലും ലൊക്കേഷൻസ് ആയാലും DOPs ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം ഭയങ്കര രസമാണ്. എല്ലാം നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചകളല്ല. അപ്പോൾ അത് എനിക്ക് അതിനകത്തുള്ള എല്ലാ സീൻസും അത്തരത്തിൽ, ഇപ്പൊ എൻ്റെ സീൻ വരുന്നതിനകത്ത് എനിക്ക് കരളേന്നും കേൾപ്പിച്ചാൽ എന്നുള്ള സോങ്ങിനകത്തുള്ള പല ഷോട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോട്ടുകളാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഷോട്ടൊന്നുമില്ല. എനിക്ക് ഞാൻ ആ കുതിരയുമായിട്ട് നടന്നു പോകുന്ന അലീന സോങ്ങിലുള്ള ഒരു പർട്ടിക്കുലർ ഷോട്ട് എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. ബാക്കി ആ സിനിമയിലെ പല ഫ്രെയിംസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രെയിംസ്. കൂട്ടത്തിൽ ഏത് പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഭിനയിച്ച പാട്ടുകൾ ഒരു പരിധിവരെ എനിക്കറിയില്ല ബാക്കി ആർട്ടിസ്റ്റുകൾക്ക് എങ്ങനെയാണല്ലോ, പക്ഷെ എനിക്ക് ആ പാട്ടുകൾ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത പാട്ടുകളാണ്. കാരണം ഒരുപാട് തവണ നമ്മൾ അവിടുന്ന് തന്നെ കേട്ടിട്ടുണ്ടാവും. പിന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ തന്നെയല്ലേ നമ്മൾ കാണുക. അത് എനിക്ക് ഇച്ചിരി അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. ദേവദൂതനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും എന്തൊരു മഹാനുഭാവമാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനകത്ത് ഇഷ്ടമുള്ള അടുത്തൊരു പാട്ട് എൻ ജീവൻ എന്നുള്ള സോങ്. ഈ രണ്ട് സോങ്ങാണ് എനിക്ക് അതിൽ എസ്പെഷ്യലി ത്യാഗരാജസ്വാമികൾ എഴുതിയ ഒരു കീർത്തനം, അത് പഞ്ചരത്ന കൃതികളിലാണ്. അപ്പൊ ആ കീർത്തനത്തെ ഇത്ര മനോഹരമായിട്ട് അതിനൊരു ഓർക്കസ്ട്രേഷണൽ, അതും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു മ്യൂസിക് അതിന്റെ സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട്. അത് എനിക്ക് എപ്പോഴും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ ജീവൻ എന്ന് പറഞ്ഞ പാട്ടിൽ തന്നെ ചിറകുണര വെൺപിറാവായി, അത് പെൺപിറാവായി ഞാനിവിടെ കാത്തു നിൽക്കാം, പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നത് എൻ മനം എന്ന് പറയുന്നു അലീന. പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നത് എൻ സ്വരം എന്നാണ് നിഖിൽ മഹേശ്വരി പറയുന്നത്. ഇത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ലിറിക്സ് ഓൾറെഡി കാരണം നമ്മൾ അന്ന് അഭിനയിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് കൈതപ്രം സാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. വരികൾ കേട്ട എല്ലാവർക്കും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ആളുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. കരളീൻ കൈപിടിച്ചാൽ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടില് കൈതപ്രം സാറിന്റെ വരികള് അത് ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നുണ്ട്, ഇന്നും പാടുന്നുണ്ട്. ഈ ഒരു കാലത്തും ആ ഒരു പാട്ട് ആസ്വദിക്കുന്നുണ്ട്. ആ ഒരു പാട്ട് ആ ഒരു സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എത്രത്തോളം അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ആ സിനിമയില് പാട്ടുകൾക്കും സിനിമയുടെ കഥയ്ക്കും ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിഖിൽ മഹേശ്വർ അതിനകത്ത് കരളീൻ കൈപിടിച്ചാൽ എന്നുള്ള സോങ്ങില് കൈതപ്രം സാർ അത് വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഇതാണ്: നീയറിയ യാത്രയുണ്ടോ, നീയറിയ ജന്മമുണ്ടോ എന്നാണ്
അലീനയുടെ അടുത്ത് നിഖിൽ മഹേശ്വരി ചോദിക്കുന്നത്. എൻ ജീവനെ എന്നുള്ള അടുത്ത സോങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻ ജീവനെ എങ്ങാണ് നീ, അതായത് നിഖിൽ മഹേശ്വരി പറഞ്ഞൊരു കാര്യമാണ്, നീ അറിയാതെ ഞാൻ എവിടെയും പോവില്ല, ജന്മങ്ങളോളം നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ട ആളുകളാണെന്നുള്ള ഒരു എഷുറൻസ് കൊടുത്തതിന്റെ പുറത്തായിരിക്കും ചിലപ്പോൾ അലീന ഇത്രയും കാത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് പാട്ടുകളിലൂടെ കൃത്യമായിട്ട് കൊണ്ടുവരികയും അതിനൊരു ചോദ്യം പോലെ നിൽക്കുകയും അതിന്റെ ഉത്തരം അവസാനം സിനിമയിൽ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാരലൽ ലൈൻ കഥ പാട്ടുകളിലൂടെയും പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സിനിമയ്ക്ക് ഈ ഒരു പാട്ടും കൂടെ വന്നപ്പോഴാണ് അതിനൊരു ഡെപ്ത് കൂടിയത്. ഇത് ബോധപൂർവം ആവണമെന്നില്ല, അത് ചിലപ്പോ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം. അത് അന്നൊക്കെ പാട്ടുകൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു രീതി സിബിസാർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ളൊരു കാര്യം, കഥയും ക്യാരക്ടറും അതിന്റെ ഡീറ്റെയിലും എല്ലാം പറഞ്ഞ് ഇവരെ ഒരുമിച്ചിരുന്നിട്ടാണല്ലോ അന്ന് ഈ കമ്പോസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ അവിടെ വളരെ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാജിയുടെ മ്യൂസിക് ആയാലും എത്രമാത്രം വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന മ്യൂസിഷ്യൻ എങ്ങനെയാണ് ഇന്റർനാഷണലി അക്ലൈംഡ് ആവുന്നത് എന്നുള്ളത് ആ ഒറ്റ സോങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു മഹാനുഭാവം സോങ്ങിൽ. അത് കഴിഞ്ഞിട്ട് നിഖിൽ മഹേശ്വർ എന്താണ്, അലീന എന്താണെന്നുള്ളത് ബാക്കി പാട്ടുകളിൽ കിട്ടുന്നുണ്ട്. ബ്രില്യൻ സ്കോറിംഗ് ആണ്. അത് എല്ലാം കൂടെ വന്നിട്ട് കോമ്പിനേഷനിലാണ് അതിനകത്തുള്ള പ്രണയം വർക്കായിട്ട്. അതെ. ഇനി നമുക്ക് ആ ലൊക്കേഷന്റെ കാര്യം ഒന്ന് നോക്കാനാണെങ്കിൽ, ഇപ്പോ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു പേടി വന്നത്, അല്ലെങ്കിൽ ഒരു ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിയത് ആ കൈവെട്ടുന്ന സീൻ, അല്ലെങ്കിൽ പട്ടികൾ വരുന്ന സീൻ, പിന്നീട് ആൽബർട്ടോനെ ആ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ ലാസ്റ്റ് പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് കണ്ടപ്പോ അയ്യോ എന്നുള്ള രീതിയിൽ തോന്നിപ്പോയി. കുഞ്ഞായിരിക്കുന്ന സമയത്ത് കണ്ടപ്പോ ഇപ്പോഴും ആ ഒരു ഫീൽ തന്നെയായിരിക്കും കിട്ടുക. ആ ഒരു സീനൊക്കെ സ്ക്രീനിൽ കണ്ട സമയം ആ ഒരു ഫസ്റ്റ് മൊമെന്റ് ഓർക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അത് എനിക്കും ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ അതിനകത്ത് ആക്ടറായിട്ട് നിൽക്കുമ്പോൾ പോലും ആ ക്യാരക്ടറാണ് അത് സംഭവിക്കുന്നതെങ്കിൽ പോലും അത് എവിടേക്കോ നമുക്കത് ആ പെയിനൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതിൽ നിന്ന് മാറി വേറൊരു തരത്തിലായിരിക്കും അതിനകത്തുള്ള ആക്ടേഴ്സിന് ഫീൽ ചെയ്യുക. അപ്പൊ അന്ന് എൻ്റെ പ്രായം അതല്ലേ, അപ്പൊ മൊത്തത്തിൽ ആ സിനിമ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് കണ്ട സീക്വൻസുകളാണ്. ഐ മീൻ ആ ക്ലൈമാക്സും ആ സമയങ്ങളിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെ അതൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടായിരിക്കുമല്ലോ ഞാൻ കാണുന്നത്. എനിക്കറിയില്ല, തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴേ ഇനി എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി കാണാനും പറയാനും പറ്റില്ല. ബട്ട് സ്റ്റിൽ സിനിമ കുറേയും കൂടെ വേറൊരു രീതിയിൽ എനിക്ക് കാണാൻ എനിക്ക് പറ്റുമായിരിക്കും. മൊത്തത്തിൽ ഞാനിപ്പോ പറഞ്ഞു പോയപ്പോ കൈവെട്ടുന്ന സീൻ്റെ കാര്യം പറഞ്ഞു, പട്ടികൾ ഓടിച്ചിടുന്ന കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയില് ക്യാരക്ടറിന്റെ ആ ഒരു പ്രസൻസ് വന്നത് കുറച്ചു നേരമാണെങ്കിലും നമ്മളുടെ മൈൻഡില്, അതായത് ഒരാളോട് എന്തെങ്കിലും ഈ ഒരു സിനിമയെ കുറിച്ച് ചോദ്യം വരുമ്പോൾ നിഖിൽ മഹേശ്വർ എന്നുള്ളൊരു പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്. അപ്പോ ഇതിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും റോൾസ് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ റോൾസ് ഐ മീൻ ചാലഞ്ചിങ് ആയിട്ടുള്ള സീൻസ്? അല്ല, ചാലഞ്ചിങ് ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അഡ്ലിസും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നത് ആ പട്ടികളുമായിട്ടുള്ള സീൻസ് ആണ്. അത് ചാലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ചാലഞ്ചിങ് അല്ല, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചാലഞ്ചിങ് അല്ല. പക്ഷെ ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാ ആക്ടേഴ്സിനും എല്ലാ സിനിമകളിലും ഇത്തരം ചെറിയ ചെറിയ ആക്സിഡൻസും ചില മേജർ ആക്സിഡൻസും വരാറുണ്ട്. അപ്പൊ ആ രീതിയിൽ അവിടെയും ചില ബുദ്ധിമുട്ടുകൾ, പട്ടി കടിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും അങ്ങനെയൊക്കെ ചിലത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നില്ല, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ആ ഒരു സമയത്ത് അയ്യോ ഇതിൽ ഞാൻ ഇത്രയും പ്രിപ്പയർ ആവണോ എന്നുള്ള രീതിയിലേക്ക് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് മാത്രമാണ് ഇപ്പൊ കൈവെട്ടുന്ന സീൻ. എനിക്ക് നേരത്തെയോ അല്ലെങ്കിൽ തലേന്നോ ഒന്നും ഞാൻ അറിയില്ല നാളെ എന്താണ് എടുക്കാൻ പോകുന്നതെന്നുള്ള. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്നും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനായിരിക്കും എന്റെ കൈവെട്ടിയത്, കാരണം അതെനിക്ക് കിട്ടിയിരുന്നില്ല, അറിയില്ലായിരുന്നു. അപ്പോ പിന്നെ സിനിമ കാണുമ്പോഴാണ് അതെല്ലാം തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടുന്നത്. ലൈക്ക് ആ ഒരു ക്യൂട്ട് ലുക്ക്, ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു സംസാരം ആയിക്കോട്ടെ, പെരുമാറ്റം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളുടെ മനസ്സിലുണ്ട്. ആൻഡ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ നേരെ കണ്ട് നോക്കുമ്പോഴും അതേപോലെ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതേപോലെ അല്ലേ, കുറെ മാറ്റങ്ങൾ എനിക്ക് എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ബോധപൂർവമായിട്ടൊരു ശ്രമമൊന്നും എന്റെ ഭാഗത്തില്ല. ഞാനൊരു ഡാൻസറും കൂടെയാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് ഒരുപാട് ഫിസിക്കൽ പ്രാക്ടീസസ് നിറയെ ചെയ്ത ഒരാളാണ്, മാർഷൽ ആർട്സും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ അല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡിസ്കംഫർട്ട് ആവും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഷൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 60 days ഒക്കെ പോകുന്ന സമയത്ത് കുറച്ചൊന്ന് നമ്മൾ ലൂസാവും, നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസസ് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ വീണ്ടും ഞാൻ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യും.
ഒരുപക്ഷെ ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ കൂടിയും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം ഞാൻ കുറച്ചുകൂടെ ആ രീതിയിൽ ഡിസ്കംഫേർട്ട് ആവും ഞാൻ എന്തെങ്കിലും എൻ്റെ പ്രാക്ടീസസ് നടന്നില്ലെങ്കിൽ. അപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആൾ ഒന്നുമല്ല. ഞാൻ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ സൈക്കിൾസ് ഞാൻ മാറ്റാറുണ്ട്. അത് ചില സമയത്ത് യോഗ ചെയ്യും, ചില സമയത്ത് കളരി പഠിക്കാൻ പോകും, അങ്ങനെ ഓരോന്നും ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഞാൻ ഇടയിൽ ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളല്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും. അതല്ലാതെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ് ഏത് നേരത്താണ് ഇങ്ങനെ ആലോചനയായിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ വളരെ ലേറ്റ് നൈറ്റ് വരെയും ആലോചിച്ചിരുന്ന് ചിലപ്പോൾ നമുക്ക് അപ്പോഴായിരിക്കും ഒരു സിനിമ കാണണം തോന്നുക. അങ്ങനെ കണ്ട് ലേറ്റ് ആയിട്ടൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഭയങ്കര മടിയോട് കൂടിയിട്ടായിരിക്കും എഴുന്നേക്കുക. അപ്പോൾ നടക്കില്ല. പക്ഷെ എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം തോന്നും. ആ സമയത്ത് പിന്നെ ഫുൾ ഓണായിരിക്കും. അങ്ങനെ ഇന്റർവെൽസ് ഉണ്ടാവും. പക്ഷെ വീണ്ടും അതൊക്കെ ചിലപ്പോൾ സ്വാധീനിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ ജെനറ്റിക്സ് ആണ്. എൻ്റെ പാരമ്പര്യത്തിൽ എവിടെയോ അങ്ങനെ അധികം അതൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അല്ലാതെ നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മളെ കൊണ്ട് പറ്റും. എന്തൊക്കെയോ കൺസീവ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചിങ്ങനെ ചോദിച്ചതാ. എനിവേ, ആക്ടർ ഡയറക്ടർ കോംബോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫിലിമില്. സിബി മലയിൽ സാറെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? സിബി സാർ തന്നെയാണ് ഇതിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ആ നിഖിൽ മഹേശ്വർ എന്നുള്ളൊരു ക്യാരക്ടർ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ടോ അതിന്റെ ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു രഘുനാഥ് പല്ലേരി സാർ ആൻഡ് സിബി സാർ. അത് വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഉണ്ട്. അതിന് വെൽ ക്രാഫ്റ്റ്, അതിൻ്റെ ഒരു മേക്കിംഗ് സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് സിബി സാർ അതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാനൊരു ടൂളായിട്ട് സപ്പോർട്ടീവായിട്ട് നിന്നു എന്നുള്ളതിനപ്പുറത്ത് ബാക്കി മുഴുവൻ അത് സിബി സാറിൻ്റെ തന്നെ ഐഡിയ അല്ലേ. സിബി സാറാണ് അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലൈൻഡ് എങ്ങനെയായിരിക്കണം, പലതരം ബ്ലൈൻഡ് ക്യാരക്ടേഴ്സ്. അപ്പൊ ഞാൻ ആദ്യം ബ്ലൈൻഡ് ആണ് എൻ്റെ ക്യാരക്ടർ എന്ന് അറിഞ്ഞ മൊമെന്റിൽ ഞാൻ കണ്ട ക്യാരക്ടേഴ്സും ഞാൻ സിനിമയിൽ കണ്ടതും ഞാൻ റിയൽ ആയിട്ട് കണ്ടതും ഒക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ഷോട്ട് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, റിഹേഴ്സൽ ടൈമിൽ ചെയ്തപ്പോഴാണ് സിബി സാർ എനിക്ക് വന്ന് അത് ഡീറ്റെയിൽ ചെയ്തത്. അപ്പൊ അത് സാറിന്റെ തന്നെയാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ മുഴുവൻ. ഹൊറർ ആയാലും റൊമാൻസ് ആയാലും ത്രില്ലായാലും എല്ലാം ഒരൊറ്റ കുടക്കീഴിലാണ്. ഇതില് റൊമാൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ യു ഡിഫൈൻ ലവ്? ഇതിലുള്ള റൊമാൻസ് ആണോ അല്ലെങ്കിൽ രണ്ടും പറഞ്ഞു? എന്തായാലും ചോദിച്ചല്ലേ. അല്ല, ഇതിലുള്ള റൊമാൻസ് എന്ന് പറയുന്നത് വളരെ, ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ദേവദൂതൻ എന്ന് പറയുന്നത്. ടോട്ടലി ഫിക്ഷണൽ ആണ്. പക്ഷെ ഭയങ്കര ഇന്റൻസ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കാത്തിരിപ്പും, ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുക, അയാളുടെ മടങ്ങി വരവിനായിട്ട്, അത് സംഗീതത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര, നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര രസമുള്ള, ഇഷ്ടമുള്ളൊരു കാര്യമാണ്. റിയൽ ലൈഫിലെ പ്രണയം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഇതുമായിട്ട് ഒട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രണയമല്ല. എന്റെ കോൺസെപ്റ്റില് ആക്ച്വലി ഇത്തരം പ്രണയങ്ങൾ എന്നല്ല, എല്ലാ പ്രണയവും അത്, പക്ഷെ അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. എല്ലാം പറയാൻ പറ്റില്ല. ഞാൻ പ്രണയത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ അതാ ഞാൻ ആലോചിച്ചത്. ഇത് പറയണോ വേണ്ടേ, ആലോചിക്കണം. നിഖിൽ മഹേശ്വരാണ് നമ്മളോട് പ്രണയത്തെ കുറിച്ച് പറയുന്നത്. ഒന്ന്, നമ്മൾ പ്രണയത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയും, പ്രണയം നമ്മളിൽ നിന്ന് വിട്ട്, അതായത് ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഈ രണ്ടവസ്ഥയിലും പ്രണയം നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കൾ, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് പ്രണയിക്കുന്ന ആളുകളുടെ ഇടയിൽ എപ്പോഴും അവർക്ക് സപ്പോർട്ടീവായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കത്തെഴുതി കൊടുക്കുക. അന്നത്തെ സമയത്ത് അങ്ങനെയാണല്ലോ, കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അന്ന് ഈ കാസറ്റിൽ നമുക്ക് ഓരോ പാട്ടുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കുറേ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഭയങ്കര ഇന്റൻസ് ആയിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തകർന്ന് അങ്ങനെ കരഞ്ഞു വന്നതിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഞാൻ തകർന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിനക്ക് എന്താ ഇത്ര വലിയ ഇമോഷണൽ? എന്താ? എനിക്കില്ലടാ എൻ്റെ ലൈഫിൽ. കാരണം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഞാൻ എത്ര സ്വപ്നം കണ്ടിട്ടുണ്ടെന്നറിയോ. ഇനി എനിക്ക് പറ്റില്ല, ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് നിന്റെ ഫസ്റ്റ് ലവ് അല്ലല്ലോ, പക്ഷെ അതല്ലടാ, ഇതാണ് എന്റെ ഒറിജിനൽ പ്രണയം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അന്ന് നീ ഇതേപോലെ കരയൊക്കെ ചെയ്തായിരുന്നു? അതെ, പക്ഷെ നീ ഇപ്പൊ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞ, അല്ല, ഇനിയിപ്പോ നാളെ വേറൊന്നും വരുമ്പോഴും നീ ഇതേപോലെ ചെയ്യില്ലേ? അപ്പൊ പ്രണയം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ ആ സമയത്ത് നിൽക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്പേസും, അത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് വേറൊരു രീതിയിലാണ്. അങ്ങനെ അത് ഈച്ച് ആൻഡ് എവ്രി വൺ ആ പെർസ്പെക്റ്റീവ് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എൻ്റെ പ്രണയമായിരിക്കില്ല നിങ്ങളുടേത്, അതായിരിക്കില്ല മറ്റൊരാളുടേത്. പക്ഷെ ആ അവസ്ഥയിൽ നമുക്ക് ഭയങ്കര രസമാണ്. നമുക്ക് പാട്ടും
പ്രകൃതിയും എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നും. അതുകൊണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രണയത്തിന്റെ ഒട്ടും ഡെപ്ത് കുറയാതെ തന്നെ ആ ഒരു വീര്യം നാള് കൂടുന്തോറും വീര്യം കൂടുന്ന പോലെ ആ ഒരു സിനിമയെ ആ ഒരു പാട്ടിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നത്. ഇനിയിപ്പോ 4K-യിലേക്ക് ജൂലൈ 26 കാണാൻ പോവാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.